ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടോ എന്ന സംശയം കുറേ കാലമായി ശക്തമാണ്. ഇറാൻ യുറേനിയത്തിന്റെ ശേഖരം വർദ്ധിപ്പിക്കാനൊരുങ്ങുന്നതായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മുന്നറിയിപ്പ് നൽകിയതോടെ പാശ്ചാത്യ രാജ്യങ്ങൾ ഭീതിയിലുമാണ്. ഇറാൻ തങ്ങളുടെ ബഹിരാകാശ വിക്ഷേപണം വിജയകരമായി പൂർത്തിയായെന്ന് വെളിപ്പെടുത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാന്റെ ആണവ നയം സംബന്ധിച്ച അന്താരാഷ്ട്ര ഏജൻസി ഡയറക്ടർ റാഫേൽ മരിയാനോ ഗ്രോസി മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാന്റെ ആണവ ശേഖരശേഷി സംബന്ധിച്ച് ലോകത്തിന് ഇനിയും വ്യക്തത വന്നിട്ടില്ല എങ്കിലും പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക, ഇസ്രയേൽ, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയവ ഇറാന്റെ ബഹിരാകാശ വിക്ഷേപണ പ്രവർത്തനങ്ങളെപ്പറ്റി ആശങ്ക പ്രകടിപ്പിച്ചു. ഈ രാജ്യങ്ങൾ ഇറാൻ ആണവ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ബാലിസ്റ്റിക് മിസൈലുകൾ കൂടുതൽ വിപുലീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപിക്കുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഡയറക്ടർ റാഫേൽ മരിയാനോ ഗ്രോസിയെ പോലുള്ള അന്താരാഷ്ട്ര നേതാക്കൾ ഇറാന്റെ നീക്കങ്ങളെക്കുറിച്ചും ഇറാന്റെ ആണവ നയം സംബന്ധിച്ചും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അതേസമയം ബഹിരാകാശ വിക്ഷേപണത്തിന്റെ വിജയത്തിന് പിന്നാലെ ഇറാൻ ആണവ മിസൈൽ പദ്ധതികൾക്ക് രൂപം കൊടുക്കുമെന്ന ഭയമാണ് ഇപ്പോൾ പാശ്ചാത്യ ശക്തികളെ കീഴടക്കിയിരിക്കുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി കൂടുതൽ വിപുലമാകുന്നുവെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇറാൻ തങ്ങളുടെ ബഹിരാകാശ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയത്. ഇതിനിടെ ഗാസ മുനമ്പിൽ ഹമാസിനെതിരെ ഇസ്രയേൽ തുടരുന്ന യുദ്ധവും ലെബനനിൽ അസ്വാസ്ഥ്യമുള്ള വെടിനിർത്തൽ നിലനിൽക്കുന്നതിനാലും ഇറാന്റെ ഈ നീക്കങ്ങളെ ഒരു സംശയത്തോടെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. വിശാലമായ മിഡിൽ ഈസ്റ്റിൽ പിരിമുറുക്കം വർദ്ധിപ്പിക്കാൻ സാധ്യതയുമുണ്ട്. എന്നാൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വരാനിരിക്കുന്ന ഭരണകൂടവുമായി ഇറാൻ സാധ്യമായ ചർച്ചകൾക്ക് തയ്യാറാണെന്നാണ് വിവരം. യുറേനിയം കൂടുതൽ വേഗത്തിൽ സമ്പുഷ്ടമാക്കാൻ യുറേനിയം വാതകം ഒരുമിച്ച് അതിവേഗം പ്രവർത്തിപ്പിക്കാനുള്ള ഒരു കൂട്ടം ഉപകരണങ്ങൾ അടങ്ങുന്നതാണ് കാസ്കേഡുകൾ. ഈ പ്രക്രിയ ഉപയോഗിച്ച് 5% യുറേനിയത്തിൽ നിന്ന് അതിവേഗം 20% യുറേനിയം വേർതിരിച്ചെടുക്കാനാകും. ഇറാൻ യുറേനിയം ഭൂരിഭാഗവും സംഭരിച്ചിരിക്കുന്നത് പർവ്വതത്തിനടിയിൽ അതീവ സുരക്ഷിത മേഖലയിലെ ആണവ റിയാക്ടർ കേന്ദ്രങ്ങളിലാണ്. അതേസമയം ആയിരക്കണക്കിന് നൂതന സെൻട്രിഫ്യൂജുകൾ ഉപയോഗിച്ച് യുറേനിയം സമ്പുഷ്ടമാക്കാൻ ഇറാൻ തയ്യാറെടുക്കുകയാണെന്ന് നവംബർ അവസാനത്തിൽ തന്നെ മുന്നറിയിപ്പും തന്നിരുന്നു. ഇറാൻ യുറേനിയത്തിന്റെ അളവ് 60% വർദ്ധിപ്പിക്കുമെന്നും ഫോർഡോയിൽ മാത്രം പ്രതിമാസം 34 കിലോഗ്രാമിൽ കൂടുതൽ എത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ആയിരക്കണക്കിന് നൂതന സെൻട്രിഫ്യൂജുകൾ ഉപയോഗിച്ച് യുറേനിയം സമ്പുഷ്ടമാക്കാൻ ഇറാൻ തയ്യാറെടുക്കുകയാണെന്ന് നവംബർ അവസാനത്തിൽ തന്നെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മുന്നറിയിപ്പും നൽകിയിരുന്നു. ഇറാൻ യുറേനിയത്തിന്റെ അളവ് 60% വർദ്ധിപ്പിക്കുമെന്നും ഫോർഡോയിൽ മാത്രം പ്രതിമാസം 34 കിലോഗ്രാമിൽ കൂടുതൽ എത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും നവംബറിൽ മുന്നോട്ട് വെച്ച പ്രമേയം ഇറാനെ ചൊടിപ്പിച്ചിരുന്നു. ഇത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായുള്ള ഇറാന്റെ സഹകരണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാന്റെ അത്യാധികം സമ്പുഷ്ടമായ യുറേനിയം ശേഖരത്തെക്കുറിച്ച് നേരത്തെ തന്നെ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുറേനിയം ശേഖരം ഗണ്യമായി വളർന്നുകൊണ്ടിരിക്കുന്നുവെന്നും 4 ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാൻ പാകത്തിന് അവ വളർന്നിരിക്കുന്നുവെന്നും ഈ രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ ആണവായുധം നിർമ്മിക്കാൻ ഇറാൻ എത്രത്തോളം സാങ്കേതിക പരിജ്ഞാനമുണ്ടെന്നോ എത്ര വേഗത്തിൽ അത് ചെയ്യാൻ കഴിയുമെന്നോ വ്യക്തമല്ല. പക്ഷേ റഷ്യൻ സഹായം ഉണ്ടായാൽ നിർമ്മാണ പ്രക്രിയ വേഗത്തിലാക്കാൻ സഹായിക്കും. എന്നാൽ 2015 കരാർ 2025 ഒക്ടോബറിൽ അവസാനിക്കുന്നതിന് മുമ്പ് ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇറാൻ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഇറാനെതിരെ ആരോപണങ്ങളുമായി പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്ത് എത്തിയിരിക്കുന്നത്.